മനുഷ്യരാശിയെ നന്മയിലേക്ക് നയിക്കുന്നതിനായി നമ്മുടെ പൗരാണിക മഹർഷിമാർ നമുക്കായി നൽകിയ രണ്ട് ഇതിഹാസ കാവ്യങ്ങളാണ് മഹാഭാരതവും വാത്മീകി രാമായണവും. അമൂല്യങ്ങളായ രണ്ട് രത്നഖനികൾ എന്ന് തന്നെ ഇതിന് വിശേഷിപ്പിക്കാം. അതിൽ മഹാഭാരതത്തെ പറ്റി പറയുകയാണെങ്കിൽ പഞ്ചമവേദം എന്ന് തന്നെ ഈ ഇതിഹാസ കാവ്യത്തെ പറ്റി പറയാം. കാരണം സകല വേദങ്ങളും സകല ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഒരു സർവ്വവിജ്ഞാന കോശമാണ് മഹാഭാരതം. ഇതിലില്ലാത്തതായി ഒന്നും തന്നെയില്ല. ഒരുവന് ആത്മജ്ഞാനം ലഭിക്കാനായി ഈ മഹാഭാരതം ഒന്ന് മനസ്സറിഞ്ഞ് വായിച്ചാൽ മാത്രം മതി. നമ്മുടെ ലോക തത്വത്തെ തന്നെ വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ തത്വങ്ങളും മഹാഭാരതത്തിലെ 1,00,000-ൽ പരം ശ്ലോകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ചതുർവേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ എന്നിവ പഠിച്ചെടുക്കുവാനും അതിൻ്റെ തത്വം ഉൾക്കൊള്ളുക എന്നതൊക്കെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. എന്നാൽ വ്യാസമഹർഷി ഇതെല്ലാം സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിനായി ഈ മഹത് ഗ്രന്ഥങ്ങളിലെല്ലാം ഈ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രചിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ മഹാഭാരതം സാധാരണ ജനങ്ങളിലേക്ക് ഇത്രയേറെ പ്രചാരമുള്ളതായി മാറിയത്? ഇതറിയുന്നതിനായി നമുക്ക് ഒരുപാട് വർഷങ്ങൾ പിന്നിലോട്ട് പോകാം. നൈമിശാരണ്യത്തിൽ കുലപതിയായിട്ടുള്ള ശനൗകൻ 12 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തുകയുണ്ടായി. ഈ യാഗത്തിൽ ഒരുപാട് താപസന്മാരും ബ്രാഹ്മണരും മഹർഷിമാരും എല്ലാം സന്നിഹിതരായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ യാഗശാലയിലേക്ക് ഉഗ്രശ്രവസ് എന്ന പേരായിട്ടുള്ള ഒരു സൂതൻ വന്നു. ഈ സൂതൻ എന്ന് പറയുമ്പോൾ ക്ഷത്രിയർക്ക് ബ്രാഹ്മണ സ്ത്രീകളിലോ വൈശ്യർക്ക് ക്ഷത്രിയ സ്ത്രീകളിലോ ജനിച്ചിട്ടുള്ള പുത്രന്മാരെയാണ് സൂതന്മാരെന്ന് പറയുന്നത്. ഈ സൂതന്മാരുടെ ഒരു കുലത്തൊഴിൽ എന്ന് പറയുന്നത് പുരാണ കഥകൾ പറയുക എന്നതാണ്. ഇതുപോലെയുള്ള യാഗശാലയിലോ സജ്ജനങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിലോ ഈ സൂതന്മാർ വന്നിട്ട് പുരാണ കഥകൾ പറയും. സജ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പുരാണ കഥകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവർക്ക് ദേവീ കഥകൾ, വിഷ്ണുവിൻ്റെ കഥകൾ, മഹാദേവൻ്റെ കഥകൾ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് സജ്ജനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യാഗശാലയിലേക്ക് സൂതൻ കയറി വന്നപ്പോൾ തന്നെ അവിടെയുള്ള മഹർഷിമാർക്കും താപസന്മാർക്കും എല്ലാവർക്കും വളരെ സന്തോഷമായി. അപ്പോൾ കുശലാന്വേഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം അദ്ദേഹത്തെ വളരെ ആചാരപൂർവ്വം തന്നെ സദസ്സിലേക്ക് ആനയിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ സൂത, അങ്ങ് ഇത്രയും കാലം എവിടെയായിരുന്നു? എവിടെ നിന്നാണ് അങ്ങ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സൂതൻ ഇപ്രകാരം പറഞ്ഞു, പരീക്ഷിത്തിൻ്റെ പുത്രനായിട്ടുള്ള രാജർഷി ജനമേജയൻ ഒരു സർപ്പസത്രം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വ്യാസൻ പറഞ്ഞിട്ടുള്ള മഹാഭാരത കഥകൾ വ്യാസമഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള വൈശമ്പായനൻ വിസ്തരിച്ച് പറയുന്നുണ്ടായിരുന്നു. പരീക്ഷത്തിന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ? മഹാഭാരത കഥയിലെ വീരനായിട്ടുള്ള അർജുനൻ്റെ പുത്രനാണ് അഭിമന്യു. ഈ അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷിത്ത്. പരീക്ഷിത്തിൻ്റെ മകനാണ് രാജർഷിയായിട്ടുള്ള ജനമേജയൻ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മുനിശാപം ലഭിക്കുകയാൽ ആ ശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ജനമേജയൻ സർപ്പസത്രം നടത്തുന്നത്. അപ്പോൾ ഈ സർപ്പസത്രത്തിൽ സൂതനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർപ്പസത്രത്തിലാണ് വൈശമ്പായൻ മഹാഭാരത കഥ മറ്റുള്ളവർക്കായി പറഞ്ഞു കൊടുക്കുന്നത്. ഈ കഥകളെല്ലാം സശ്രദ്ധം കേട്ടുകൊണ്ട് സൂതൻ പല തീർത്ഥസ്ഥലങ്ങളിലും സന്ദർശിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ചെന്നത് സമന്തപഞ്ചകം എന്ന് പറയുന്ന പുണ്യദേശമാണ്. എന്താണ് ഈ സമന്തപഞ്ചകം എന്ന് പറയുന്ന പുണ്യദേശത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? പണ്ട് കൗരവ പാണ്ഡവ യുദ്ധം നടന്ന സ്ഥലമാണ് സമന്തപഞ്ചകം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു യാഗം ഇവിടെ നടക്കുന്നതായി അറിയുന്നതും. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കണ്ടതിന് ശേഷം പോകാം എന്ന് കരുതിയാണ് ഞാൻ ഈ യാഗശാലയിലേക്ക് വന്നത്. അപ്പോൾ കഥയൊക്കെ കേൾക്കാൻ വളരെ ഇഷ്ടമുള്ള കൂട്ടരാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏത് കഥയാണ് പറയേണ്ടത്? പുരാണങ്ങളിലെ പുണ്യകഥകളാണോ? അത് ധർമാർത്ഥ സംബന്ധികളായിട്ടുള്ള ചക്രവർത്തിമാരുടെ ചരിതങ്ങളാണോ? മഹാത്മാക്കളായ മഹർഷികളുടെ മഹത്വങ്ങളാണോ ഞാൻ പറയേണ്ടത്? ഏതാണ് കേൾക്കാൻ നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ട മഹർഷിമാർ പറയും, ഞങ്ങൾക്ക് മറ്റു കഥകളൊന്നും വേണ്ട. ഇപ്പോൾ താങ്കൾ കേട്ടിട്ടുള്ള ആ മഹാഭാരത കഥ വ്യാസമഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള വൈശമ്പായൻ വിസ്തരിച്ച് പറഞ്ഞ ആ കഥയാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന്. ഞങ്ങൾക്കറിയാം മഹാഭാരതം എന്നത് പഞ്ചമവേദമാണെന്ന്. 4 വേദങ്ങളുടെയും സാരാംശം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. നാനാശാസ്ത്രങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള
ആ ഇതിഹാസ കാവ്യമാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അപ്പോൾ മഹർഷിമാരുടെ ഈ വാക്കുകൾ കേട്ട സൂതന് വളരെയധികം സന്തോഷമായി. മഹാഭാരത കഥ പറയുക, മഹാഭാരത കഥ കേൾക്കുക, ഇതെല്ലാം പുണ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുണ്യപ്രവൃത്തി സൂതൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഉഗ്രശ്രവസിന് വളരെയധികം സന്തോഷമായി. അപ്പോൾ ഉഗ്രശ്രവസ് ഈ മഹർഷിമാർക്കായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ കഥ പല കവികളും പറഞ്ഞിട്ടുണ്ട്, പലരാലും പറയപ്പെട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥ തന്നെയാണ്, ഒരു മഹാകാവ്യമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയപ്പെടുന്നത്. അപ്പോൾ ഉഗ്രശ്രവസ് മഹാഭാരത കഥ പറയുന്നതിന് മുമ്പ് നമ്മുടെ ചരാചര ഗുരുവായിട്ടുള്ള മഹാവിഷ്ണുവിനെ ആദ്യം താണു വണങ്ങി. അതിനുശേഷം എങ്ങനെയാണ് ഈ ഇതിഹാസ കാവ്യം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെ പറ്റി അദ്ദേഹം ഇങ്ങനെ വിവരിക്കാൻ തുടങ്ങുകയാണ്. പരാശര മുനിയുടെയും സത്യവതിയുടെയും മകനായിട്ടുള്ള കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന മഹർഷി, അദ്ദേഹം തൻ്റെ ജ്ഞാനം കൊണ്ടും തപസിദ്ധി കൊണ്ടും സനാതനമായിട്ടുള്ള വേദത്തെ നാലായി തിരിച്ചു. പിന്നീട് പുണ്യവും മഹത്വവുമായിട്ടുള്ള ഇതിഹാസ കാവ്യമായിട്ടുള്ള മഹാഭാരതം രചിക്കാനായി തീരുമാനിച്ചു. അങ്ങനെ വേദവ്യാസൻ ഈ ഒരു ഇതിഹാസ കാവ്യം രചിക്കുന്നതിനു വേണ്ടി, വേദവ്യാസൻ്റെ ആശ്രമം എന്ന് പറയുന്നത് ഹിമാലയത്തിലെ വ്യാസഗുഹയിലാണ്. അപ്പം അദ്ദേഹം ദേഹശുദ്ധി വരുത്തി ദർഭ വിരിച്ചുകൊണ്ട് ഈ വ്യാസഗുഹയിൽ ധ്യാനത്തിലിരുന്നു. ഈ ധ്യാനത്തിൽ ഈ മഹാഭാരതമാകുന്ന ഈ ഇതിഹാസം മുഴുവനും തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്തർജ്ഞാനത്തിലൂടെ ഈ മഹാഭാരത കഥകൾ മുഴുവനും അദ്ദേഹം ആദ്യാവസാനം വീക്ഷിച്ചു. ഇനി എങ്ങനെയാണ് അദ്ദേഹം ഈ ആദ്യാവസാനം വരെ മഹാഭാരത കഥകൾ കണ്ടത് എന്നറിയാമോ? ആദ്യം അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ആദ്യമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞത് അന്ധകാരമായിരുന്നു. ഈ അന്ധകാരം എന്ന് പറയുന്നത് നമ്മുടെ സനാതന ബ്രഹ്മം തന്നെയായിരുന്നു. ആ അന്ധകാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൽ നിന്ന് ഒരു അണ്ഡം ഉൽപ്പാദിക്കുകയാണ്. ആ അണ്ഡത്തിൽ നിന്ന് ആദ്യം പ്രജാപതിയായ ബ്രഹ്മാവ്, പിന്നീട് മനുപുത്രന്മാർ, ദക്ഷപുത്രന്മാർ, ഇങ്ങനെ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ ഇങ്ങനെ നാനാതരം വന്നുകൊണ്ടിരിക്കുന്നു. ദേവന്മാർ, ബ്രഹ്മർഷിമാർ, രാജർഷിമാർ, കാലഭേദങ്ങൾ, അങ്ങനെ പ്രപഞ്ചത്തിന് ആവശ്യമായിട്ടുള്ള സമസ്ത കാര്യങ്ങളും ഉടലെടുക്കുന്നതായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടു. അതിൽ തന്നെ ലയിക്കുന്നതായി കണ്ടു. പിന്നീട് അദ്ദേഹം അന്തർജ്ഞാനത്തിൽ ദർശിച്ചത് ഓരോ രാജർഷി വംശങ്ങളുടെയും ഉദ്ഭവമായിരുന്നു. കുരുവംശം, യാദവ വംശം, ഇക്ഷ്വാകു വംശം, സർവശാസ്ത്രങ്ങൾ, അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാതിൻ്റെയും ഉദ്ഭവവും മഹാഭാരതത്തിൻ്റെ ഗതിയും വ്യാസഭഗവാൻ തൻ്റെ അന്തർജ്ഞാനത്താൽ മനസ്സിലാക്കി. ഇതിനുശേഷം മഹാഭാരതം എന്ന ഇതിഹാസം അദ്ദേഹം രചിക്കുവാനായി തീരുമാനിച്ചു. അപ്പോൾ വ്യാസമഹർഷി ഈ മഹാഭാരതമെല്ലാം മനസ്സാൽ രചിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ താൻ മനസ്സാൽ രചിച്ചിട്ടുള്ള ഈ ഒരു മഹാകാവ്യം പകർത്തി എഴുതുന്നത് ഒരു മഹത് വ്യക്തി തന്നെയായിരിക്കണം, ഒരു മഹാജ്ഞാനി തന്നെയായിരിക്കണം. എങ്കിൽ മാത്രമേ തൻ്റെ ശിഷ്യർക്ക് ഇത് പകർന്നു കൊടുക്കുവാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ആരെക്കൊണ്ടാണ് താൻ ഈ മഹാകാവ്യം പകർത്തി എഴുതിപ്പിക്കേണ്ടത് എന്ന കാര്യം ആലോചിച്ചുകൊണ്ട് വളരെ ചിന്താമഗ്നനായി ഇരിക്കുന്ന സമയത്ത് വേദവ്യാസൻ്റെ മുൻപിൽ സാക്ഷാൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയാണ്. വേദവ്യാസൻ്റെ ആകുലത മനസ്സിലാക്കിയ ബ്രഹ്മാവ് വേദവ്യാസന് ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. ഇത്തരത്തിലുള്ള ഒരു മഹാകാവ്യം രചിക്കുവാനായിട്ട് ഈ 14 ലോകങ്ങളിലും ഉത്തമനായിട്ടുള്ള ഒരേ ഒരാളുള്ളൂ, അത് മറ്റാരുമല്ല, മഹാഗണപതി തന്നെ. അതുകൊണ്ട് ഇത് എഴുതിയെടുക്കുവാനായി ഗണേശനെ തന്നെ സ്മരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് മടങ്ങി. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വേദവ്യാസൻ ഗണപതിയെ ധ്യാനിച്ചു. ഉടനെ തന്നെ ഭക്തവത്സലനായിട്ടുള്ള മഹാഗണപതി വേദവ്യാസന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ വേദവ്യാസൻ തൻ്റെ ആവശ്യം ഗണപതിയെ അറിയിക്കുകയും ഗണപതി ഭഗവാൻ ഈ ഒരു മഹാകാവ്യം താൻ പകർത്തി എഴുതാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഗണപതി വേദവ്യാസന് മുമ്പിൽ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. അതായത് തൻ്റെ എഴുത്താണിക്ക് വിശ്രമം കൊടുക്കാതെ തുടർച്ചയായി എഴുതുന്ന രീതിയിൽ വേണം കാവ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ വേദവ്യാസൻ തിരിച്ചു ഒരു കണ്ടീഷൻ ഗണപതിയോട് പറയുകയാണ്. താൻ പറയുന്ന ഓരോ ശ്ലോകവും അർത്ഥമറിഞ്ഞുകൊണ്ട് വേണം എഴുതുവാനായി. അർത്ഥം ഗ്രഹിക്കാത്ത ഒരു ശ്ലോകവും എഴുത്താണി കൊണ്ട് എഴുതരുത് എന്ന്. അങ്ങനെ 2 പേരും
രണ്ടുപേരുടെയും കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് ഈ മഹാകാവ്യം രചിക്കുവാൻ തുടങ്ങി. ഈ കാവ്യം എഴുതുന്നത് രണ്ടുപേരും രണ്ട് ഗുഹയിൽ വെച്ചിട്ടാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ വ്യാസഭഗവാന്റെ തൊട്ട് മുന്നിൽ ഗണപതി ഇരിക്കുന്ന രീതിയിലല്ല എഴുതുന്നത്. വ്യാസഗുഹയിൽ വെച്ചിട്ടാണ് വ്യാസഭഗവാൻ ഈ ഇതിഹാസ കാവ്യം മനസ്സാൽ പറയുന്നതും ഗണപതി ഇരിക്കുന്നത് മറ്റൊരു ഗുഹയിൽ നിന്നാണ്. വ്യാസഗുഹയിൽ നിന്ന് ഒരുപാട് ദൂരെ മാറിയിട്ടുള്ള മറ്റൊരു ഗുഹയിൽ വെച്ചിട്ടാണ് ഗണപതി ഭഗവാൻ ഈ കാവ്യം എഴുതിയെടുക്കുന്നത്. ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള അന്തർജ്ഞാനത്തിലൂടെ തന്നെയായിരിക്കണം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരിക്കാം. നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ടെലിപ്പതി എന്നൊക്കെ. അതുപോലെ മനസ്സാലാകുന്ന ഒരു അന്തർജ്ഞാനത്തിലൂടെ തന്നെയായിരിക്കണം ഇവരുടെ ഈ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഗണപതി ഭഗവാനും വേദവ്യാസനും ഇതിഹാസ കാവ്യമായിട്ടുള്ള മഹാഭാരതത്തിൻ്റെ രചന തുടങ്ങി. വേദവ്യാസൻ തുടർച്ചയായി ശ്ലോകങ്ങൾ പറയുന്നതിനിടയിൽ ഇടയ്ക്കൊന്ന് ശ്വാസം എടുക്കണമല്ലോ. അപ്പോൾ ഈ ശ്വാസം എടുക്കുന്നതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നതിന് വേണ്ടി ഈ ശ്ലോകങ്ങളിൽ വളരെ കടുകട്ടിയായിട്ടുള്ള ശ്ലോകങ്ങൾ ഇടയ്ക്ക് പറയും. അപ്പോൾ ആ സമയം ഗണപതിക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ വരികയും ആ അർത്ഥം എന്താണെന്ന് ഗ്രഹിച്ചെടുക്കുന്ന സമയം കൊണ്ട് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ വേദവ്യാസൻ മഹാഭാരതത്തിലെ അനേകം ശ്ലോകങ്ങൾ രചിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് മഹാഭാരതം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സൂതൻ എങ്ങനെയാണ് മഹാഭാരതം രചിച്ചത് എന്നുള്ളത് സദസ്സിലുള്ള മഹത് വ്യക്തികളോട് വർണ്ണിക്കുകയാണ്. പണ്ട് പരാശര മുനിയിൽ സത്യവതിക്കുണ്ടായിട്ടുള്ള പുത്രനാണ് കൃഷ്ണദ്വൈപായനൻ. വേദവ്യാസന്റെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരരും. അതായത് സത്യവതിയുടെ പുത്രനായിട്ടുള്ള വിചിത്രവീര്യന്റെ പത്നിമാരിൽ സത്യവതിയുടെ നിർബന്ധപ്രകാരം കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന മഹർഷിക്ക് പുത്രോത്പാദനം നടത്തേണ്ടി വരികയാണ്. ഇതിൽ വിതുരൻ ദാസിപുത്രനാണ്. പുത്രോത്പാദനത്തിന് ശേഷം കൃഷ്ണദ്വൈപായനൻ അതായത് വേദവ്യാസൻ തിരിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. പിന്നീട് ഈ പുത്രന്മാരെല്ലാം വളർന്ന് അവരുടെ പരമഗതിയെ പ്രാപിച്ചതിന് ശേഷമാണ് വ്യാസഭഗവാൻ മഹാഭാരതം രചിക്കുന്നത്. ഈ മഹാഭാരതം രചിക്കുന്നത് മാനവ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന്മാരുടെ ആഗ്രഹപ്രകാരം വേദവ്യാസന്റെ ശിഷ്യനായിട്ടുള്ള വൈശമ്പായനെയാണ് മഹാഭാരതം വേദവ്യാസനെ ആദ്യമായി പഠിപ്പിക്കുന്നത്. അദ്ദേഹം പിന്നീട് ജനമേജയന്റെ സർപ്പസത്രത്തിൽ ഈ യാഗത്തിൻ്റെയൊക്കെ ഒഴിവ് സമയങ്ങളിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. വൈശമ്പായൻ പറഞ്ഞു കൊടുക്കുന്ന ഈ മഹാഭാരതത്തിൽ ഏതാണ്ട് 100,000-ഓളം ശ്ലോകങ്ങളാണ് ഉള്ളത്. ഉപാഖ്യാനങ്ങളൊന്നുമില്ലാതെ 24,000 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. ശരിക്കും വേദവ്യാസൻ എഴുതിയിട്ടുള്ള ഭാരത സംഹിത എന്ന് പറയുന്നത് ഏതാണ്ട് 60 ലക്ഷം ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 30 ലക്ഷം നാരദർ ദേവന്മാർക്കായി നൽകുകയും 15 ലക്ഷം ശ്ലോകങ്ങൾ ദേവനൻ പിതൃക്കൾക്കായിട്ടും 14 ലക്ഷം ശ്ലോകങ്ങൾ ശുഗൻ ഗന്ധർവന്മാർക്കും നൽകിയെന്നാണ് പറയുന്നത്. ബാക്കി വരുന്ന 1,00,000 ശ്ലോകങ്ങളാണ് വ്യാസശിഷ്യനായിട്ടുള്ള വൈശമ്പായനൻ ഭൂമിയിലെ മനുഷ്യർക്കായി പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തിലുള്ള കഥയാണ് സൂതൻ ഇവിടെ വർണ്ണിക്കുന്നത്.